സോ 2025 F1 ചാമ്പ്യൻ ആയത് ലാൻഡോ നോറിസ് ആണ്. അതുപോലെ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻ ആയത് മെക്ലാരൻ ആണ്. സോ നിങ്ങൾ എക്സില് അല്ലെങ്കിൽ ഈ റെഡിറ്റിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, മെക്ലാരൻ ചാമ്പ്യനായി, അപ്പോൾ അതിലൂടെ കുറച്ച് അഡ്വാൻറ്റേജ് മെഴ്സിഡസിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെഴ്സിഡസിന് ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ കാരണം എന്ന് പറയുന്നത് മെക്ലാരന് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത് മെഴ്സിഡസ് ആണ്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫോർമുല 1. സോ ഫോർമുല 1 എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നടന്ന പോലെ മെക്ലാരനാണ് ചാമ്പ്യനായത്. പക്ഷേ അതിൽ ചെറിയ അഡ്വാൻറ്റേജ് മെഴ്സിഡസിന് കിട്ടി. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം കാഡിലാക്ക് F1 വരുന്നുണ്ട്. പക്ഷേ കാഡിലാക്കിന് എഞ്ചിൻ കൊടുക്കുന്നത് ഫെറാറിയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഓരോ ടീമുകൾക്കും ആരൊക്കെയാണ് ഈ എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർമുല 1 മെയിനായിട്ട് 6 എഞ്ചിൻ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് മെഴ്സിഡസ് ആണ്. മെഴ്സിഡസ് AMG പെട്രോണാസ് ഫോർമുല 1 ടീമിനും മെക്ലാരൻ F1 ടീമിനും അതേപോലെ തന്നെ വില്യംസ് F1 ടീമിനും എഞ്ചിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം മെക്ലാരനും വില്യംസും ഒക്കെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ടീംസാണ്. അത് എത്രയോ വർഷങ്ങളായിട്ട് മെക്ലാരനും വില്യംസും ഒക്കെ ഫോർമുല 1 പക്ഷേ മെഴ്സിഡസിന് സ്വന്തമായിട്ടൊരു ഫോർമുല 1 ടീം വന്നത് 2009 അടുത്ത എഞ്ചിൻ പ്രൊവൈഡേഴ്സ് ഫെറാറിയാണ്. ഫെറാറി F1 ടീമിന്, ആസ് F1 ടീമിനും അതേപോലെ തന്നെ അടുത്ത വർഷം പുതിയതായിട്ട് വരുന്ന കാഡിലാക്ക് F1 ടീമിനും എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം ഫോർമുല 1 ഏറ്റവും കൂടുതൽ വർഷം പങ്കെടുത്തിട്ടുള്ള ഒരു ടീമാണ് ഫെറാറി. പക്ഷേ ഹാസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഓട്ടോമൊബൈൽ അക്സസറി മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതുപോലെ കാഡിലാക്ക് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അടുത്ത എഞ്ചിൻ സപ്ലയർ ഹോണ്ട നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് റെഡ് ബുള്ളിന്റെ എഞ്ചിൻ പ്രൊവൈഡേഴ്സ് ആയിരുന്നു. അതേപോലെ തന്നെ ബ്രോൺ GPയുടെയും പ്രൊവൈഡേഴ്സ് ആയിരുന്നു. 2021 വരെ ഇൻഡയറക്ട്ലി ഹോണ്ടയ്ക്ക് ഫോർമുല 1 പ്രസൻസ് ഉണ്ടായിരുന്നു. റെഡ് ബുൾ ഫോർമുല 1 ടീമിന്റെ എഞ്ചിൻ പ്രൊവൈഡേഴ്സ് ആയിരുന്നു ഹോണ്ട. ബട്ട് ഇൻ 2021 റെഡ് ബുൾ ആൻഡ് ഹോണ്ട പാർട്ടഡ് വേസ് ആൻഡ് റെഡ് ബുൾ ജോയിൻ ഫോർഡ് ടു മേക്ക് ദെയർ എഞ്ചിൻസ്. സോ 2021 തൊട്ട് റെഡ് ബുള്ളിന് എഞ്ചിൻ കൊടുക്കുന്നത് റെഡ് ബുൾ ഫോർഡ് പവർ ട്രെയിൻസ് ആണ്. സോ F1 അടുത്ത എഞ്ചിൻ പ്രൊവൈഡർ റെനോൾട്ടാണ്. റെനോയ്ക്ക് ഫോർമുല 1 ടീം ഉണ്ടായിരുന്നു 2020 വരെ. 2021 ആ ടീമിനെ ആൽപൈൻ ഫോർമുല 1 ടീമായിട്ട് റീനെയിം ചെയ്തു. പക്ഷേ അപ്പോഴും ആൽപൈൻ ഫോർമുല 1 ടീമിന് എഞ്ചിൻ കൊടുക്കുന്നത് റെനോൾട്ട് തന്നെയായിരുന്നു. അടുത്ത് പറയാനുള്ളത് റെഡ് ബുള്ളിനെ കുറിച്ചും റേസിംഗ് ബുൾസിനെ കുറിച്ചുമാണ്. റെഡ് ബുള്ളും റേസിംഗ് ബുൾസും ഒരേ പേരന്റിന് കീഴിലുള്ള 2 ടീംസാണ്. സോ റെഡ് ബുള്ളിനും റേസിംഗ് ബുൾസിനും എഞ്ചിൻ കൊടുക്കുന്നത് റെഡ് ബുൾ ഫോർഡ് പവർ ട്രെയിൻസ് ആണ്. സോ അടുത്ത വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓഡിയാണ്. 10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഫോർമുല 1 ഒരു മാനുഫാക്ചറേഴ്സ് ബോത്ത് ടീമായിട്ടും എഞ്ചിൻ പ്രൊവൈഡേഴ്സായിട്ടും വരുന്നത്. 2025 വരെ ഫോർമുല 1 ഉണ്ടായിരുന്ന കിക്സോവർ എന്ന് പറയുന്ന ടീമിനെ ഓടി അക്വയർ ചെയ്തിട്ട് റീനെയിം ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ ഇൻസൈറ്റ്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.